രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് KPCCയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഉത്തരവ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ 9 മണി സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. PR പ്രവീണയുടെ വിശദാംശങ്ങളുമായി. പ്രവീണ, പറയാം. നടപ്പിലായിരിക്കുന്നു. രാഹുലിനെ പ്രവീണ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം പ്രവീണ, പറഞ്ഞോളൂ വിവരങ്ങൾ പറയും. നടപടി ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി മുഖം രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി രാഹുൽ പാർട്ടി പ്രവർത്തകനല്ല, കോൺഗ്രസുകാരനല്ല. രാഹുലിന്റെ മനസ്സിൽ എന്താണെങ്കിലും പാർട്ടി പ്രവർത്തകനല്ല. മുഖം രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അടിയന്തരമായി നടപടി എടുത്തിരിക്കുന്നത്. 2 ദിവസത്തെ കൂടിയാലോചനകൾക്കും ധാരണകൾക്കും നിയമോപദേശത്തിനും ശേഷമാണ് രാഹുലിനെതിരെയുള്ള നടപടിയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയത്. മുതിർന്ന നേതാക്കളുടെ അടക്കം എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞ ശേഷം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ കൂടി അവരെ ബോധിപ്പിച്ച ശേഷമാണ് നേതൃത്വം ഈ നടപടി എടുത്തിരിക്കുന്നത്. KPCCയുടെ ഏത് നടപടിക്കും ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. അത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ നടപടി എത്രയും വേഗത്തിൽ വേണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് എല്ലാവരോടും കൂടിയാലോചന നടത്തി രാഹുലിന്റെ കാര്യത്തിൽ ഇത്തരം തീരുമാനമെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു MLA പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നടപടി സ്വീകരിക്കുന്നത്. മുൻപ് പലവിധ അച്ചടക്ക നടപടികൾ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ലൈംഗികാരോപണ കേസിൽ ആരോപണ വിധേയനാവുകയും തെളിവുകളടക്കം പുറത്തു വരികയും ചെയ്തതിനെ തുടർന്ന് ഒരു കേസില്ല എന്നുള്ള വാദം നിലനിൽക്കുമ്പോഴും ആ നടപടിയിലേക്ക് പാർട്ടി കടന്നത് പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ കൂടിയാണ്. ഉണ്ടായ പരാതികളിൽ കഴമ്പുണ്ട് എന്ന്, സത്യാവസ്ഥ ഉണ്ട് എന്ന് ബോധ്യമായ കൂടി ശേഷമാണ് ഈ നടപടിയിലേക്ക് നീങ്ങിയത്. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടവരിൽ ഏറ്റവും പ്രമുഖരായവർ VD സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, VM സുധീരൻ, K സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ട്. പക്ഷെ അവരോടെല്ലാം തന്നെ കാര്യങ്ങൾ ബോധിപ്പിച്ചു. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടികളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നേതൃത്വം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഈ നിമിഷം മുതൽ പാർട്ടി പ്രവർത്തകനല്ല. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും അഭിമാനം എന്ന് പറയുന്നത് അവൻ ഒരു പാർട്ടിയുടെ മെമ്പറാണ് എന്ന് പറയുന്നതാണ്. എന്നാൽ രാഹുൽ അത് അല്ലാതായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് MLA സ്ഥാനം രാജിവെക്കില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു നടപടി കൊണ്ട്, സസ്പെൻഷൻ നടപടി കൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളെ ഒക്കെയും പ്രതിരോധിക്കാൻ കഴിയുമെന്നാണോ പാർട്ടി വിലയിരുത്തൽ? ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകനല്ലാത്ത ഒരാൾക്കെതിരെ ഇനി എന്ത് ആരോപണം ഉയർന്നാലും അത് ഞങ്ങളുടെ ബാധ്യതയല്ല. കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ മറുപടി പറയേണ്ടതായോ ഉത്തരം പറയേണ്ടതായോ ഉള്ള ഒരു കാര്യവുമില്ല. പിന്നെ MLA സ്ഥാനം രാജിവെക്കുന്നത് അയാളുടെ ധാർമ്മികതയാണ് എന്ന് പറഞ്ഞൊഴിയാൻ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക്, UDF മുന്നണിക്കാകും. നിലവിൽ ഏതെങ്കിലും തരത്തിൽ MLA സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ജനങ്ങളെ ബോധിപ്പിക്കാൻ കൂടിയാണ് ശ്രമിക്കുന്നത്. ഒന്ന്, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരെ, ഒന്ന് അയാളുടെ MLA സ്ഥാനം രാജിവെക്കുന്നത് കൂടി ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഷാഫിയെ മാറ്റി അവർ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതും കോൺഗ്രസ് ആണ്. അപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ള ഒരു ന്യായം. മറ്റൊരു ന്യായം എന്ന് പറയുന്നത് അയാൾ MLA അല്ല, ആ സ്ഥിതിക്ക് അയാളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അയാൾ രാജിവെക്കുകയോ അയാളുടെ ധാർമ്മികതയ്ക്കനുസരിച്ച് പെരുമാറുകയോ ചെയ്യാം. ഇതുകൊണ്ട് രാഹുലിനെ കൂടി സമ്മർദ്ദത്തിലാക്കുകയാണ് കോൺഗ്രസ്. കാരണം ഇനി എന്തായാലും പാർട്ടിയിൽ ഇടമില്ലാത്ത ഒരിടത്തേക്ക് രാഹുലിന് ചെന്ന് കയറാനാകില്ല. അത് നിയമസഭയിലാണെങ്കിൽ പോലും. ഇന്നലെ വരെ ഒറ്റയിടത്തിരുന്ന, ഒരു ഇരിപ്പിടമായിരുന്ന, ഒരു ബ്ലോക്കിലായിരുന്ന ആള് ഇനിയിപ്പോൾ ഒറ്റയ്ക്കൊരിടത്ത് പോയി ഒരു മൂലയ്ക്കൊതുങ്ങിയിരിക്കേണ്ട അവസ്ഥ വരുന്ന സ്ഥിതി അതിഭയാനകമാണ്. കാരണം തന്നെ ആരും പ്രതിരോധിക്കാനില്ല, തനിക്കൊന്നും സംസാരിക്കാൻ അവസരം കിട്ടില്ല, തനിക്ക് പ്രതിരോധമൊന്നും ഒരുക്കാൻ കഴിയില്ല എന്ന് സ്വയം ബോധ്യമാവുന്ന സ്ഥിതിക്ക് രാഹുലിന് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയുണ്ടാകും. ഒരു ജനപ്രതിനിധി എന്നുള്ളത് ബോർഡിൽ ഒതുങ്ങുകയോ അല്ലെങ്കിൽ പറച്ചിലൊരു പേരിന്റെ ബാക്കിയായി ഉപയോഗിക്കുകയോ ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ഉണ്ടാകില്ല എന്ന് രാഹുലിനെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ നടപടി. ഞാൻ നേരത്തെ പറഞ്ഞു, രാഹുലിനെ പോലെ ഒരാൾക്ക് ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോ ഈ രാഹുലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് പാർട്ടി നടപടി, പാർട്ടി കാര്യം, അത് നേതാക്കളൊക്കെയും ബോധ്യപ്പെടുത്താൻ, അണികളെ ബോധ്യപ്പെടുത്താൻ
ബർത്ത്ഡേ കഴിഞ്ഞു, ഓക്കെ. പക്ഷേ അപ്പോഴും ഇയാൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ പോലീസിൽ പരാതിയില്ലെങ്കിലും ഇയാൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളുടെ മെറിറ്റ് പരിശോധിക്കാൻ ഒരു അന്വേഷണ സമിതിയോ അന്വേഷണ സംഘത്തെയോ ഒന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു അന്വേഷണം വേണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനം. അതുപോലെ തന്നെ ഇയാൾ MLA ആയിട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അതിൽ MLA ആയി തുടർന്നാലും അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ചെന്ന് കയറാൻ സാധിക്കുകയില്ല. സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രശ്നം അവിടേക്ക് ചെന്ന് കയറിയാൽ ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ തന്നെ ആലോചിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ്. മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതായത് സ്വാഭാവികമായും പാലക്കാട് മണ്ഡലത്തിന് ഒരു MLA ഇല്ലാത്ത സ്ഥിതി തന്നെയാണ് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, രാഹുലിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കേണ്ടതില്ല എന്നുള്ള കാര്യത്തിലും കോൺഗ്രസിൽ തീരുമാനമായിട്ടുണ്ട്. ഇക്കാര്യം അടക്കം, അതായത് ഒരാളുടെ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും അടച്ചു എന്നുള്ള തരത്തിൽ കോൺഗ്രസിന് ഇനി ജനങ്ങൾക്ക് മുന്നിൽ, അണികൾക്ക് മുന്നിലൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കാനാകും.